മേയർ വി വി രാജേഷിനെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാനായിട്ട് സി പി എമ്മും കോൺഗ്രസും ഒന്നിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് ഇപ്പോൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരണം. കാരണം ഒരു കൗൺസിലറെ കള്ളക്കേസിലൊക്കെ കുടുക്കി കാപ്പയൊക്കെ ചുമത്തി ജയിലിലിട്ടേക്കാണ് സുഗതനെ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവിശ്വാസം കൊണ്ടുവന്ന് ഈ ഭരണത്തിൽ നിന്നവരെ പുറത്താക്കാം എന്നുള്ള ഒരു നീക്കത്തിലാണ് എൽ ഡി എഫും യു ഡി എഫും എന്നുള്ളത്. അതിന് വേണ്ടിയിട്ട് യു ഡി എഫ് പടയൊരുക്കുന്നു, പടയ്ക്ക് ആയുധം കൊടുക്കാനായിട്ട് സി പി എം നിൽക്കുന്നു. ഇവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചാലും ഈ ബി ജെ പി താഴെ ഇറക്കാൻ കഴിയില്ലല്ലോ. സാറിന് എന്താണ് ഈ തിരുവനന്തപുരം നഗരസഭയിൽ നടക്കുന്ന ഈ വലിയ ഒരു വൃത്തികെട്ട ബാന്ധവത്തെ കാണുമ്പോൾ തോന്നുന്നത്? അതെന്ന് വെച്ചാൽ വി വി രാജേഷ് അധികാരത്തിൽ വന്നതിന് ശേഷം വിപ്ലവകരമായ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അഴിമതികൾ പിടിക്കാൻ തുടങ്ങി. അതെ, ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹാരം കണ്ടെത്താൻ തുടങ്ങി. ജനങ്ങൾക്ക് അദ്ദേഹത്തിനെ കാണാൻ വന്നാലും നിരാശരായിട്ട് പോകേണ്ടി വരില്ല. കാണാൻ സാധിക്കും. അവർക്ക് അങ്ങനെ ഊണും ഉറക്കമൊന്നും വലിയ നിർബന്ധമുള്ള ആളല്ല. രാത്രി 11-12 വരെയൊക്കെ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി വർദ്ധിച്ചു വരുന്നു. ഈ പോപ്പുലാരിറ്റി ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ അടുത്ത ഇലക്ഷന് ഇവർക്ക് ആർക്കും ചാൻസ് ഇല്ല എന്നുള്ളൊരവസ്ഥ വരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും തടയിടണം. അതിന് വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ദിവസം മറ്റേ നാടകം നടത്തിയത്, ആക്രമണം അതുപോലത്തെ കാര്യങ്ങൾ. എന്നിട്ട് ബി ജെ പിക്കാർ മേയർ അവരെ ആക്രമിച്ചു എന്നുള്ള പോലത്തെ കഥകളൊക്കെ സൃഷ്ടിക്കുകയാണ്. അപ്പോൾ അവരെ സുഗതൻ്റെ പ്രശ്നം പറഞ്ഞ് ഇതുണ്ടാക്കുക, സുഗതനെ കാപ്പയിൽപ്പെടുത്തുക. സുഗതനെ കാപ്പയിൽപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യയും മക്കളുമായിട്ടിരിക്കുന്ന ആളെ തോക്കും കൊണ്ടുവന്നിട്ട് ഭീഷണിപ്പെടുത്താം, ആകാശത്തേക്ക് വെടിവെക്കുക, അങ്ങനത്തെ ഡർട്ടി ഗെയിമാണ് അവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടർ ബിനു അല്ലേ, ബിനു ചെയ്തത്. അപ്പോൾ അതേപോലത്തെ ഒരു ഗെയിമാണ് ഇപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത്. അതിന് ബിബിൻ ഇതിൻ്റെ അവിശ്വാസ പ്രമേയത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം 1/3 വേണം. ടോട്ടൽ കൗൺസിലർമാരുടെ 1/3 കൂടി നോട്ടീസ് കൊടുക്കണം. അതാണ് മുനിസിപ്പൽ ആക്ട് പ്രകാരം ചെയ്യേണ്ടത്. അപ്പോൾ അത് ഇവർക്ക് സാധിക്കണമെങ്കിൽ ഇപ്പോൾ യു ഡി എഫാണ് മുൻകൈ എടുത്തിരിക്കുന്നത്. പക്ഷേ യു ഡി എഫിന് ഒറ്റയ്ക്കാനുള്ള നമ്പറില്ല. അപ്പോൾ അവർക്ക് ആ നമ്പർ ഉണ്ടാവണമെങ്കിൽ എൽ ഡി എഫിൻ്റെ പിന്തുണ വേണം. അപ്പോൾ ഇവർ തമ്മിൽ ഈ കാര്യത്തിൽ യോജിക്കുമോ എന്നുള്ളതാണ് കേരളം ഉറ്റുനോക്കുന്നൊരു കാര്യം. എനിക്കതിൽ സംശയമുണ്ട്, അവർക്ക് യോജിക്കാൻ പറ്റുമോ എന്നുള്ളത്. കേരളത്തിലിങ്ങനെ ഇവർ പരസ്പര വൈരികളായിട്ട് ഇലക്ഷൻ നിൽക്കുകയും മത്സരിക്കുകയും തോൽക്കുകയും ജയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇവർ ഒന്നാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല. അഥവാ അവർ വരണമെങ്കിൽ അവർ വരട്ടെ, ഇന്ത്യ സഖ്യം ഇവിടെ ശരിയായെന്ന് അവർ പറയട്ടെ. അതെ, ഞങ്ങൾ ഇന്ത്യ സഖ്യത്തിൻ്റെ ആൾക്കാരാണ് എന്ന് പറയട്ടെ. അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഈ സുഗതനെ പെടുത്തുക എന്ന് പറഞ്ഞാൽ അവർ ഉദ്ദേശിച്ചത് തന്നെയായിരുന്നു, നമ്പർ ഒന്ന് കുറയ്ക്കുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഒരു സ്വതന്ത്രൻ്റെ പിന്തുണയുണ്ട്. ആ സ്വതന്ത്രൻ ക്ലിയറായിട്ട് കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ എന്തു വന്നാലും എൻ ഡി എയുടെ കൂടെ നിൽക്കുള്ളൂ എന്ന് ക്ലിയറായിട്ട് പറഞ്ഞു ആ സ്വതന്ത്രൻ. അപ്പോൾ ആ നിലയ്ക്ക് ഇവർക്ക് അതിനുള്ള സാധ്യതകളൊക്കെ കുറവാണ്. പിന്നെ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുക വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യുന്ന ഒരു ആചാരമായിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ അസംബ്ലികളിലും പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷനിലുമൊക്കെ ഒരു ഒരു അനുഷ്ഠാന കർമ്മം പോലെയാണത്, അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അതിപ്പോൾ 25 പേര് ഭരണകക്ഷിയും പ്രതിപക്ഷത്ത് 4 പേരാണെങ്കിലും അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അവർക്കറിയാം അതുകൊണ്ട് കാര്യമൊന്നുമില്ല എന്നുള്ളത്. ഞാൻ നമ്പർ പറഞ്ഞത് അങ്ങനെ എടുക്കണ്ട, 1/3 വേണം എന്നുള്ള സംഭവമുണ്ട്. അപ്പോൾ ഏറ്റവും കുറഞ്ഞ ആൾക്കാരാണെങ്കിലും അത് ചെയ്യും. അപ്പം അതുപോലത്തെ ഒരു അനുഷ്ഠാനമാവാനേ സാധ്യതയുള്ളൂ. പക്ഷേ അവതരിപ്പിക്കണമെങ്കിൽ ഈ പറഞ്ഞാൽ ഇവർ രണ്ടുപേരും കൂടെ ചേരേണ്ടി വരും. അതായത് ഈ എൽ ഡി എഫ് യു ഡി എഫും ചേരാതെ ഇത് പ്രായോഗികമായിട്ട് 1/3 ആവില്ല. അവിടുത്തെ നമ്പർ അനുസരിച്ച് 1/3 ആവാൻ പറ്റില്ല. അപ്പോൾ ഇതിനകത്ത് പഠിച്ച പണി 18 പേര് നോക്കുന്നുണ്ട്, എങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാം ഇതിനകത്ത്. കാരണം ഈ സി പി എമ്മിൻ്റെയൊക്കെ വരുമാന സ്രോതസ്സാണ് കണ്ണിമറ മാർക്കറ്റ്, പാളയം മാർക്കറ്റ് അടഞ്ഞതോടുകൂടി ഇല്ലാതായത്. അവിടുത്തെ അനധികൃത ഗുണ്ടാപ്പിരിവ്. കാരണം മേയർ തന്നെ പറഞ്ഞു, ഒരു മീൻ വിൽക്കാൻ വരുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്ന് ഒരു ദിവസം വാങ്ങുന്ന 500 രൂപയാണ് ലൈറ്റ് കത്തുന്നതിന്, ഒരു ലൈറ്റ് കത്തുന്നതിന് വാങ്ങുന്നത്. അപ്പോൾ ഇത്രയും പൈസ പിടിച്ചു പോയി. പിന്നെ അനധികൃതമായി അവിടെ കടമുറികൾ കെട്ടുവരും, നിർമ്മിക്കും, എന്നിട്ട് പണിഞ്ഞിട്ട് അത് വാടകയ്ക്ക് കൊടുക്കും. അവർ വാടകയ്ക്ക് കൊടുക്കും. സ്ഥലത്ത് അവർ പണിയും, അവർ വാടകയ്ക്ക് കൊടുക്കും. എന്നിട്ട് കോർപ്പറേഷൻ്റെ ബിൽഡിങ്ങിൽ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കും. ആനയറയിൽ സംഭവിച്ചത് അതായിരുന്നു. ഇത് മാത്രവുമല്ല, പ്രശാന്തും ഇരുന്നിരുന്ന അങ്ങനെയല്ല. അതെ, അങ്ങനെയാണ്. അനധികൃതമായിട്ടാണ് നിസ്സാര വാടകയ്ക്ക്, അത് വാടക കൊടുത്തിട്ട് തന്നെ വർഷങ്ങളായി ഇങ്ങനെ തുടരുക. ബഹളം ഉണ്ടായപ്പോൾ പെട്ടെന്ന് കൊണ്ടുവന്ന് ആരാണ്ടിൻ്റെ കയ്യിൽ പൈസ കൊടുത്തിട്ട് അടുപ്പിച്ചിട്ട് റെസീറ്റ് ഒരെണ്ണം കയ്യിൽ വെച്ചു. പിന്നെ അതേപോലെ തന്നെ വർഷത്തിൽ 25,000 രൂപ
ഒരു മാസം 20,000 കിട്ടേണ്ട സ്ഥലമായിരിക്കും. അതെ അതെ തിരുവനന്തപുരം കോർപ്പറേഷനെ പോലെ ഇത്രയധികം പ്രോപ്പർട്ടീസ് സ്വന്തമായിട്ട് റിയൽ എസ്റ്റേറ്റ് സ്വന്തമായിട്ടുള്ളവർ അതെ എന്ന് വെച്ചാൽ ബിൽഡിങ്സ് എല്ലാം ബിൽറ്റ് കാരണം അത് രാജ്യഭരണം രാജഭരണമുള്ള നടന്നതിന്റെ- കാലം അതെ മുതലുള്ള സംഭവമാണ്. അതെ അപ്പോൾ അത് കേരളത്തിലെ ഒരു കോർപ്പറേഷനും മുനിസിപ്പാലിറ്റിക്കും ഇല്ല. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അനധികൃതമായിട്ട് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇവർ വിചാരിച്ച എല്ലാ കാലത്തും ഒരു മാറ്റം ഉണ്ടാവില്ല, ഇവർ എന്നെ ഭരിച്ചുകൊണ്ടിരിക്കുമെന്നാണ് വിചാരിച്ചത്. അതുകൊണ്ടാണ് ഈ മാർക്കറ്റിലൊക്കെ ഈ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചത്. അപ്പം അതിനെല്ലാം രാജേഷ് ഒരു അവസാനം ഉണ്ടാക്കുന്നു. രാജേഷ് കോൺട്രാക്ടർമാരെ വിളിച്ചിട്ട് സംസാരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ കോൺട്രാക്ടർമാരെ വിളിച്ചിട്ട് രാജേഷ് പറഞ്ഞത്, നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പ്രോബ്ലം ഇല്ലാത്ത രൂപത്തിൽ എടുക്കാൻ പറ്റുന്ന കോൺട്രാക്ട് നിങ്ങൾ എടുത്താൽ മതി. അല്ല കുറേ കോൺട്രാക്ട് എടുത്തിട്ട് ഞങ്ങൾക്ക് പൈസ ഇല്ല അതുകൊണ്ടാണ് പൂർത്തിയാക്കുക എന്നുള്ള എക്സ്ക്യൂസ് എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് 2 എടുക്കാൻ പറ്റില്ലെങ്കിൽ 2 എടുത്താൽ മതി. ഒരെണ്ണത്തിനുള്ള സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ ഒരെണ്ണം എടുത്താൽ മതി. ഇത് രാജേഷ് ക്ലിയറായിട്ട് കൃത്യമായിട്ട് അവരെ മുഖത്ത് നോക്കി പറഞ്ഞു, അവരെ കോൺട്രാക്ടർമാരെ വിളിച്ചിട്ട്. അപ്പോൾ ഏത് സ്ഥലത്തു നിന്നും അഴിമതിയും അതുപോലത്തെ കാര്യങ്ങൾ, കെടുകാര്യസ്ഥതയും ജനങ്ങളുടെ ജീവിതത്തിനെ ദുസ്സഹമാക്കുന്ന പ്രശ്നങ്ങളും ഇതെല്ലാം ഒഴിവാക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഇവർക്ക് സഹിക്കില്ല. കാരണം ഇവരെ സംബന്ധിച്ച് എങ്ങനെയെങ്കിലും ഇതിലൊന്ന് അവസാനിപ്പിക്കണം. കാരണം 5 കൊല്ലം രാജേഷ് പൂർത്തിയാക്കിയാൽ അതിൻ്റെ അടുത്ത പിന്നെ 5 കൊല്ലം BJP തന്നെ ആയിരിക്കും എന്നാണ്. രാജേഷ് ആണോ എന്ന് ചിലപ്പോൾ രാജേഷിന് അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും പാർട്ടി കൊടുത്തേക്കാം, MLA MP എന്തെങ്കിലുമൊക്കെ. ഇങ്ങനെയാണല്ലോ ഒരു മേയറായ ഒരാളെ സംബന്ധിച്ച് അയാളുടെ പോപ്പുലാരിറ്റി കൊടുക്കഴിഞ്ഞാൽ അയാൾക്ക് അതിനപ്പുറമുള്ള മേഖലകളിലേക്ക് അയാളെ പാർട്ടിക്ക് ഉയർത്താൻ കഴിയും. അങ്ങനെ പലതും സാധ്യതകളുണ്ട്. അപ്പോൾ അതെല്ലാത്തിനും കടയ്ക്കൊരു കത്തി വയ്ക്കുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അവർ രണ്ടുപേരും യോജിക്കാവുന്ന സ്ഥലത്തൊക്കെ തമ്മിൽ യോജിക്കും. ഇപ്പം സുഗതനെ തന്നെ പിടിച്ചതിൻ്റെ പുറകിൽ രണ്ടു കൂട്ടർക്കും പങ്കില്ലേ. UDF-ന്റെ പോലീസല്ലേ പിടിച്ചത്. അതിലെന്ത് ന്യായമുണ്ട്? CPM-ന്റെ സർക്കിള് അവിടുത്തെ ഇൻസ്പെക്ടർ. അതിലെന്ത് ഒരു ന്യായമുള്ള ഒരു കാര്യമില്ലല്ലോ. കാപ്പ കേസ് എന്ന് പറഞ്ഞ് വെറുതെ അങ്ങ് ചുമത്തുകയാണ് ഒരാൾക്ക്. കേസില്ലാത്ത ഏത് രാഷ്ട്രീയ പ്രവർത്തകനാണ് ഉള്ളത്? ആരും ഉണ്ടാവില്ല. ക്രിമിനൽ കേസുകൾ തന്നെ നമ്മുടെ അയ്യപ്പ സമരത്തിൻ്റെ പേരിൽ കേസ് DGP ആയിരുന്ന സെൻകുമാർ സാറ്, PSC ചെയർമാനും VC ഒക്കെ ആയിരുന്ന രാധാകൃഷ്ണൻ സാറിൻ്റെ പേരിൽ 250 കേസൊക്കെ കുറേ കേസുണ്ട്. എത്ര കേസുണ്ടെന്ന് അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല. അത്രയധികം കേസുകളുണ്ട്. അല്ല എവിടെയെങ്കിലും ഒരു നിലവിളക്ക് കൊളുത്തിയിട്ടുണ്ടെങ്കിൽ അത് SJR കുമാരനും TP സെൻകുമാറിനും ഡോക്ടർ KS രാധാകൃഷ്ണൻ എവിടെയെങ്കിലും ആരെങ്കിലും നിലവിളക്ക് കൊളുത്തിയത് നാമജപയാത്ര തുടങ്ങിയത് അങ്ങനെ അവർ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ കേസുകളാണ്. ഈ കേസുകളുടെ പേരിൽ കാപ്പ ചുമത്തേണ്ടതായിട്ടുള്ള കേസുകളിലൊന്നും അങ്ങനെ ഇൻവോൾവ് അല്ല. കാപ്പ ചുമത്തുന്നത് സാമൂഹ്യ വിപത്തായിട്ടുള്ള ആൾക്കാർക്കെതിരെയാണ്, അവർക്കെതിരാണ്. പക്ഷേ ഈ സാമൂഹ്യ പ്രവർത്തകനായിട്ടുള്ള ആൾക്കാർക്ക് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന കേസുകളുടെ പേരിൽ കാപ്പ ചുമത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടന്ന ഈ അക്രമം, CPM-ന്റെ ആക്രമണം, ഈ ആക്രമണം നടന്നതിന് ശേഷം രാജേഷിനെതിരെ കേസുണ്ട്. രാജേഷിനും എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആ ഡെപ്യൂട്ടി മേയർ ആശാനാഥിനെതിരെ കേസുണ്ട്. അവരെ ആക്രമിച്ചു എന്നും പറഞ്ഞിട്ട്. അതിന് അതേപോലെ എന്ത് വില കൊടുത്തും ഈ ഭരണത്തിന് ഒരു അറുതി വരുത്താനാണ് അവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ പരസ്യമായിട്ട് ഇവർക്ക് കൈ കൊടുക്കാൻ പറ്റുമോ എന്നുള്ളതിൽ എനിക്കിപ്പോഴും സംശയമുണ്ട്. കേരളത്തിൽ അത് വളരെ എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. അവരെ സംബന്ധിച്ച് 2 കൂട്ടർക്ക് അത് ആത്മഹത്യാപരമാണ്. കേരളത്തിൻ്റെ കോണ്ടക്സ്റ്റിൽ ഞാൻ പറയുന്നത്. കേരളത്തിന് പുറത്ത് ഇതൊരു പ്രശ്നമല്ല. കേരളത്തിന് പുറത്ത് CPM എന്നൊരു പാർട്ടി ആർക്കും അറിയില്ല. തമിഴ്നാട്ടിൽ DMK-യുടെ ഔദാര്യത്തിൽ 2 പേരെ ജയിപ്പിച്ചെടുത്തു. അതും കഴിഞ്ഞ് അവരെ പറ്റിച്ച് അപ്പുറത്തോട്ട് പോയി. അത് വേറെ കാര്യം. ബാക്കി സ്റ്റേറ്റുകളിൽ ഇവർ ആരാ അറിയുക? ഇപ്പോൾ ഗുജറാത്തിലെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിൻ്റെ മുമ്പിൽ JNDP-യുടെ ആൾ മൈക്കും വെച്ച് പറഞ്ഞ് CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസ് അവിടെ നിന്ന് തൊട്ട് അടുത്ത് നടന്നു പോകാൻ ആളോട് ചോദിക്കുക അവിടെ എന്താ കട മാലുനേ അതിൻ്റെ മുമ്പിൽ നിന്നിട്ട്. ഇപ്പോൾ ഡൽഹിയിൽ സാധാരണ ഓട്ടോറിക്ഷക്കാരനോട് CPM-ന്റെ സെൻട്രൽ കമ്മിറ്റി ഓഫീസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പറയും. നമ്മൾ കൃത്യമായിട്ട് സ്ഥലം പറഞ്ഞു കൊടുക്കേണ്ടി വരും. അപ്പോൾ അതാ കേരളത്തിന് പുറത്ത് ഇതൊരു ചർച്ചാ വിഷയം ആവില്ല. ഇവർ തമ്മിൽ ചേർന്നാൽ ന്യൂസ് ആവുമായിരിക്കാം കേരളത്തിൽ ഇവർ ചേർന്നാൽ. അല്ലാതെ ജനങ്ങളെ സംബന്ധിച്ച്, പൊളിറ്റിക്കൽ സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ വോട്ടേഴ്സിനെ സംബന്ധിച്ച് അത് ഇഷ്യൂ ആവില്ല. പക്ഷെ കേരളത്തിൽ അത് ഇഷ്യൂ ആവുമല്ലോ. ഇനി പാർലമെൻറ്റ് ഇലക്ഷൻ വരില്ലേ കുറച്ച് നാൾ കഴിഞ്ഞാൽ 2029 3 കൊല്ലം ഇനി ഇല്ലല്ലോ. ഏപ്രിൽ മെയ്യോടുകൂടി വരണ്ടേ. 3 കൊല്ലം ഇനി ഇല്ല. അപ്പോൾ ആ സമയത്ത് പഞ്ചായത്ത് ഇലക്ഷൻ വരുമ്പോൾ ജനങ്ങളോട് എന്താ കാരണം പറയുക? 2 പേര് തമ്മിൽ മത്സരിക്കുന്നതിന്. വീട് തോറും സ്ക്വാഡ് വർക്കിന് മുമ്പ് ജനങ്ങൾ ചോദിക്കാൻ തുടങ്ങും.
നിങ്ങൾ എന്തിനാ തമ്മിൽ മത്സരിക്കുന്നത്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ പോരെയെന്ന്. ഒരു വയസ്സ് ഇൻഡീസൊക്കെ നിൽക്കുക, മറു വയസ്സ് BJP നിൽക്കുക. ഇപ്പം ഇവരുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ ഈർക്കിലികളല്ലേ. അതെ. കോൺഗ്രസിൻ്റെ കൂടെ ഉള്ളവർ മുസ്ലിം ലീഗ് ഒഴിച്ചുള്ളവർ ഈർക്കിലികളാണ്. ഇവരെയൊക്കെ ഔദാര്യത്തിന് നിൽക്കുന്നവരാണ്. CPM-ലോ CPM കഴിഞ്ഞാൽ പിന്നെ ആരാ ഉള്ളത്? CPI ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് എത്ര പഞ്ചായത്തിൽ ജയിക്കാൻ നോക്കാം. കൂടെ നിൽക്കുന്ന ആൾക്കാരല്ലേ, മറ്റേ ഞാഞ്ഞൂലിൻ്റെയും മൂർഖൻ്റെയും ചേട്ടൻ്റെയും കഥ പറഞ്ഞ പോലത്തെ സംഭവമാണത്. അതുകൊണ്ട് ഇവർക്കത് സാധ്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർക്ക് ഒരുമിച്ച് ചേർന്നിട്ട് അവിശ്വാസ പ്രമേയത്തെ കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ അവർക്ക് കൊണ്ടുവരാൻ പറ്റിയ ഒരു വലിയ സ്ഥലമാണ് തൃപ്പൂണിത്തുറ. ഇതുവരെ അവർ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. അവർ തമ്മിൽ ചേർന്ന് കഴിഞ്ഞാൽ തൃപ്പൂണിത്തുറയിലെ PL ബാബുവിൻ്റെ ഭരണത്തിന് അവർക്ക് മാറ്റാം, ഈസി ആയിട്ട് മാറ്റാം. പക്ഷേ ദെൻ വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പോൾ രാജേഷിനെ വീഴ്ത്തി അല്ലെങ്കിൽ PL ബാബുവിനെ വീഴ്ത്തി, പക്ഷേ ഇവരെന്ത് ചെയ്യും? പിന്നെ ഒരുമിച്ച് ഭരിക്കുമോ? ഒരുമിച്ച് ഭരിക്കണ്ടേ? അല്ലെങ്കിൽ ജനങ്ങളുടെ മാൻഡേറ്റിലല്ലേ ഇവരും വന്നിരിക്കുന്നത്. ഇപ്പോൾ ശബരിനാഥും ജയിച്ചു വന്നിരിക്കുന്നതും അല്ലെങ്കിൽ ബാക്കി CPM-ൻ്റെ കൗൺസിലറും ജയിച്ചു വന്നിരിക്കുന്നത് ജനങ്ങളുടെ മാൻഡേറ്റാണ്, ജനങ്ങൾ വോട്ട് കൊടുത്തിട്ടാണ്. അപ്പോൾ ആ ആൾക്കാരോട് പറയാൻ അവർ ചോദിച്ചവരെന്ത് ഉത്തരം പറയും? ഇയാളെ വീഴ്ത്തി, ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോകണം? നിങ്ങൾ ഭരിക്കുമോ? അതുകൊണ്ട് ഇതിൽ വളരെ ഈസി ആയുള്ളൊരു കേക്ക് വാക്കല്ല ഈ അവിശ്വാസ പ്രമേയം. ഇതിൻ്റെ എല്ലാം ഫസ്റ്റ് കടമ്പ എന്ന് പറഞ്ഞാൽ 1/3 ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളതാണ്, നോട്ടീസ് കൊടുക്കാനായിട്ട്.